ഹലോ ഗൈസ്, എൻ്റെ പേര് അക്ഷയ്. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അനിയൻ അച്ഛൻ. ഞങ്ങൾ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് ഇഴവലപ്പുഞ്ചിറ വരെ വന്ന കഥയാണ്. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യണം. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ചാനൽ വേണം, അത് വീഡിയോ സപ്പോർട്ട് ചെയ്യണം. കുറേ നാളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് വഴുതി പോകാമായിരുന്നു. പക്ഷേ ഒരു ഞായറാഴ്ച ഞങ്ങൾ വെറുതെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഞങ്ങൾ ചുമ്മാ യൂട്യൂബിനെ പറ്റി സംസാരിച്ച് തുടങ്ങി. അങ്ങനെയാണ് അനിയനെങ്കിൽ പറഞ്ഞു, എന്നാൽ നമുക്ക് ചുമ്മാ ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. ഒരു ഒറ്റമൈൻഡിൽ നിന്ന് ചാടി വണ്ടി എടുത്ത് പെട്രോൾ അടിച്ച് പോകുന്ന ഒരു ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ ചില വിഷ്വൽസൊക്കെ ഇച്ചിരി മോശം ഉണ്ടാവും, ചിലതൊക്കെ വലിയ കുഴപ്പമില്ലാത്തതുണ്ടാവും. ഇതിലൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് മാക്സിമം നല്ല ക്വാളിറ്റിയിലും നല്ല വിഷ്വൽസൊക്കെ എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഈ ആറ്റുപേട്ട റൂട്ടിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ കയറ്റം കയറി ചെന്ന് ലെഫ്റ്റിൽ വരുമ്പോൾ നമ്മൾ നേരെ ഇഴവലപ്പുഞ്ചിറയുള്ള റൂട്ട്. ആ വഴി പോകുന്നതാണ് ഏറ്റവും നല്ല വഴി. രണ്ട് വഴി നമുക്ക് സത്യം അഭിപ്രായത്തിൽ ഈരാറ്റുപേട്ട റൂട്ട് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നത്. കാരണം മറ്റേ റൂട്ടിൽ കല്ലും റൂട്ടാണ്. അത്യാവശ്യം ഓഫ് റോഡ് തിരക്കിൽ തന്നെ കിടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ അവിടെ ഫുൾ അങ്ങനെ കിടന്നുകൊണ്ടാണ് ഞങ്ങൾ എന്നാൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഈരാറ്റുപേട്ട റൂട്ട് പിടിക്കാം. അതാകുമ്പോൾ നല്ല കുറച്ച് വിഷ്വൽസും കിട്ടും. സൺസെറ്റിൻ്റെ സമയമൊക്കെ ആയി ഞങ്ങൾ ഇറങ്ങിപ്പോയി. ഏകദേശം ഒരു 3-3:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നത്. ചുമ്മാ എന്നാൽ ഒന്ന് പോവാം, അപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാമെന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. അങ്ങനെ ഇരുന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ച് ലാസ്റ്റ് ഒരു 5 മണി ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങുന്നതിന് മുന്നേ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് തെളിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. മുട്ടൊക്കെ എത്താറായപ്പോഴത്തേനും മഴയൊക്കെ ഒന്ന് മാറി. ഇതുപോലുള്ളൊരു ഇളം വെയിലും നല്ലൊരു ക്ലൈമറ്റിലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഷോട്ട്സും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കുറേയും കൂടി മുന്നോട്ട് കയറാൻ തുടങ്ങിയ തോറും കയറ്റം കൂടുന്നതനുസരിച്ച്, അതായത് ഇഴവലപ്പുഞ്ചിറയുടെ അടുത്തേക്ക് എത്തും തോറും നമുക്ക് ക്ലൈമറ്റ് പതുക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങി. താഴേന്ന് കയറി വന്നപ്പോൾ നല്ല രീതിയിൽ ചെറിയ ഇളം വെയിലിൻ്റെ ആ ഒരു ചൂടൊക്കെ അടിച്ച് വന്നിട്ട് മേലിലേക്ക് കയറുന്നതും തണുപ്പ് നല്ല രീതിക്ക് കൂടി. വെയിൽ ഞങ്ങളുടെ ദേഹത്ത് അടിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് നല്ല രീതിക്ക് തണുക്കാൻ തുടങ്ങിയായിരുന്നു. ഇഴവലപ്പുഞ്ചിറ എന്നുള്ള ബോർഡൊക്കെ കണ്ട് കുറച്ചുകൂടി മുന്നിലേക്ക് ഞങ്ങൾ പോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഒരു അടിപൊളി വിഷ്വൽ തന്നെ കിട്ടി. ടോപ്പ് സൈഡിൽ നല്ല രീതിക്കുള്ള കോട ഇറങ്ങിയതും എന്നാൽ നമ്മുടെ താഴെ ഭാഗത്തായിട്ട് ഒരു സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് ആ സണ്ണിങ്ങനെ സെറ്റായി വരുന്ന ടൈമിലുള്ള ആ വിഷ്വലും നല്ല മനോഹരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ അതിൻ്റെ വിഷ്വൽസും ഫോട്ടോസൊക്കെ എടുത്തേക്കുന്ന സമയത്താണ് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ അരുവി അതിലൂടെ ഒഴുകുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങോട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങി ചെല്ലാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് അതിമനോഹരമായൊരു അരുവി അതിൽ ഒഴുകുന്നുണ്ടെന്നും ഇവിടെ അധികം ആൾക്കാർ അത് ഇറങ്ങി വിസിറ്റ് ചെയ്യാറില്ലെന്നും അറിയാം. കാരണം ഇത് പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധയിൽ പെടുന്ന ഒരു സ്പോട്ടിലല്ല. നമുക്കത് ചെറുതായിട്ട് അതിലേക്ക് താഴെ വരെ ഒഴുകുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വിഷ്വൽസൊക്കെ കിട്ടി. ഞാൻ അനിയനെയും കൂട്ടി തിരിച്ച് ഞങ്ങൾ വീണ്ടും ട്രാവൽ ചെയ്യാനായുള്ള സ്ഥലത്തേക്ക് വണ്ടി എടുക്കാനായിട്ട് പോയി. അവിടുന്ന് വീണ്ടും നമ്മൾ മേലിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തന്നെ കയറി വരുമ്പോൾ ഉള്ളൊരു വിഷ്വലാണ് ഈ കാണുന്നത്. അതിമനോഹരമാണ്. മേൽഭാഗം നല്ല കോടയും താഴെ നല്ല സണ്ണിങ്ങനെ സെറ്റായി വരുന്ന ടൈം. അവിടുന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് വീണ്ടും മുന്നോട്ട് ട്രാവൽ ചെയ്ത് പോയി. പോകും തോറും ആ സൂര്യൻ്റെ ചെറിയ വെട്ടം കുറഞ്ഞ് പതുക്കെ മഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ചെറിയ കോടയിലൂടെ ഞങ്ങൾ വണ്ടി ഇതുപോലെ പതുക്കെ അങ്ങ് പോയി.
മേളിലെത്തി കുറച്ച് നേരം ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് ട്രാവൽ ചെയ്തു. ഏകദേശം കുറച്ച് ഒരു 1/2 കിലോമീറ്റർ കൂടി ഞങ്ങൾക്ക് പോയാൽ മതിയായിരുന്നു ടോപ്പെത്താൻ. ഞങ്ങളവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. മുകളിലേക്ക് വണ്ടി കൊണ്ടുപോയവരുണ്ട്, എന്നാൽ അവിടെ ഇനി തിരക്കാണോ എങ്ങനെയാണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി താഴെ വെച്ചു. അവിടെ നിന്ന് അതിനുശേഷം നടന്നു പോവുക ചെയ്തത്. വണ്ടി ഒരുപാട് പേരുടെ വണ്ടി മുകളിലേക്ക് കയറ്റിപ്പോൾ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെ മുതിർന്നില്ല, നമ്മൾ വണ്ടി താഴെ വെച്ചിട്ടാണ് പോയത്. കുറച്ചധികം നടക്കാനുണ്ട്. ഞങ്ങൾ ടോപ്പ് വരെ എത്തിയില്ലായിരുന്നു. അതിനുള്ള ടൈം നമ്മളെടുത്തില്ലാത്തതുകൊണ്ടും നമ്മൾ നേരത്തെ തന്നെ പ്രീ പ്ലാൻ ചെയ്യാത്തതുകൊണ്ടും അതിനുള്ള ഗീർസോ കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ടും അതിൻ്റേതായ സമയക്കുറവ് മൂലം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ട ആവശ്യങ്ങളുണ്ട്. കുറച്ച് നേരം അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കോട നല്ല രീതിക്ക് ഇറങ്ങി തുടങ്ങിയായിരുന്നു. അവിടെ നല്ലൊരു കാറ്റിങ്ങനെ ത്രൂ ഔട്ട് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് തണുക്കാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ ഒരു സ്ഥലത്തേക്ക് വിസിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ജാക്കറ്റോ കാര്യങ്ങളൊന്നും എടുക്കാതെ ജസ്റ്റ് ചുമ്മാ ഇറങ്ങി പോകുന്നതാണ്. ഇവിടെ നല്ല തണുപ്പായിരുന്നു. സമയം ഏകദേശം 6:30 അടുത്തായിരുന്നു. അങ്ങനെ നൈറ്റായി. സൂര്യൻ്റെ വെട്ടമൊക്കെ നന്നായിട്ട് മാറി പതുക്കെ ഇരുട്ടായി തുടങ്ങിയായിരുന്നു. ആ ടൈമൊക്കെ ആയപ്പോഴും ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം കൂടി അവിടെ നിന്ന് കണ്ട് എല്ലാം ആൾക്കാരൊക്കെ ടോപ്പിലേക്ക് വീണ്ടും കയറി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ ഏറ്റവും മണ്ടയ്ക്കായിട്ട് പോയില്ല. ഏറ്റവും മുകളിലേക്ക് ഒരുപാട് നടന്ന് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നമുക്ക് പോകാനുള്ളൊരു ടൈമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടുന്ന് പോരാനുള്ള പരിപാടിയിലായിരുന്നു. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരേ സമയം ഇടുക്കിയും കോട്ടയം താഴേക്ക് നിന്നൊക്കെയാണ് ഇവരെ രണ്ടുപേരെ കണ്ടത്. കുഞ്ഞ് 2 പേരാണ്. പുതിയതായിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരാളാണ് ആദ്യമേ കണ്ടത്. പിന്നെ അവിടെ നോക്കിയിട്ട് ഓരോരുത്തർ തന്നെ നിന്നാണ്. അവിടെ കുറച്ച് നേരം നിന്നൊരു ചായ കുടിച്ചെന്നൊക്കെയാണ് ഈ വിഷയം നമുക്ക് കിട്ടിയത്. കോട ഇറങ്ങി നിൽക്കുന്ന ആ പ്ലേസിൽ ഒരു ദൂരെ ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു നമുക്ക് കാണാനൊക്കെ സാധിച്ചിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം കോട മാറിയെങ്കിലും നമുക്ക് ആ ഒരു വിഷയം എടുക്കാനും പറ്റിയില്ല. അവിടെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അവിടെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പരമാവധി ആരും അവിടെ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് പോകരുത്. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവിടെ നിരോധിച്ചിരിക്കുന്നതാണ്. അവിടെ ഡസ്റ്റ്ബിന്നിൽ നിന്നും കടകളിലെ വേസ്റ്റുകൾ തന്നെ നിക്ഷേപിക്കുക. അവിടെ നിന്നും ഞങ്ങൾ പതുക്കെ നൈറ്റായി തുടങ്ങിയതുകൊണ്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു വന്നപ്പോൾ ഉള്ള വിഷയമാണിത്. നല്ല മനോഹരമായ റോഡാണ്. ഈ റോഡ് പറഞ്ഞിട്ട് അധികം കാലമായെന്ന് തോന്നണം. അതുകൊണ്ട് തന്നെ നമ്മളോട് തിരിച്ചു വന്നപ്പോൾ വിശ്വാസം അടിപൊളിയായിരുന്നു. ഒരു നൈറ്റ് കഴിഞ്ഞ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ 7:30 ആയിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ. ആ ടൈമിലുള്ള വിഷ്വൽസാണിപ്പോൾ. അത്യാവശ്യം കോട ഇറങ്ങിയതും അതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നമ്മളധികം അതുകൊണ്ട് തന്നെ അവിടെ നിന്നില്ല. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടി കാണുന്നുണ്ടായിരുന്നു. പക്ഷേ സന്ധ്യ ആയതുകൊണ്ട് തന്നെ പിന്നെ മഴ ചെറുതായിട്ട് ചേർന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തന്നെ പോയി. കോട നല്ലോണം ചേർന്നുണ്ടായിരുന്നു. റോഡ് ചെറിയ രീതിയിൽ വിഷമമില്ലാത്ത രീതിയിലൊക്കെ വന്നിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ സേഫായിട്ട് തന്നെ എത്തി. ഇത്രയൊക്കെ നല്ലൊരു കുഞ്ഞു വ്ലോഗ്, ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ആൻഡ് കീപ് സപ്പോർട്ട്.